രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള വാതിൽ തുറക്കുന്ന വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേളയിൽ മുഖ്യ ആകർഷണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമായി. ഇതിനിടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷ ചെയ്തതിൽ പിഴവ് വന്നതും ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള മോദിയുടെ രാഷ്ട്രീയ പരാമർശം എയർലൈൻസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മോദി പറഞ്ഞതെന്ന തരത്തിലാണ് പരിഭാഷപ്പെടുത്തിയത്. ഇനി മുതൽ രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും അത് പുറത്തേക്കൊഴുകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകാൻ വിഴിഞ്ഞത്തിനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ സഖ്യത്തിനെതിരെയും പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചു. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിന്റെ ഉറക്കം കെടുത്തുമെന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായി വിജയനും ശശി തരൂരും ഈ വേദിയിൽ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസംഗവേളയിൽ തുറമുഖ മന്ത്രി VN വാസവൻ ഗൗതം അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി ഗ്രൂപ്പിനെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചത് വലിയ മാറ്റമാണെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പദ്ധതികളിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാവുകയാണെന്നും മോദി പറഞ്ഞു.